ഒരു വളർച്ചയുടെ ആരംഭമാണ്. അതായിരുന്നു പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ്. അതിനുശേഷം അവർ ഞങ്ങൾക്ക് ലാൻഡ് തന്നു. അവിടുത്തെ ഇൻഡസ്ട്രിയൽ ബാങ്കുകളിൽ നിന്ന് സോഫ്റ്റ് ലോൺ തന്നു, ദീർഘകാലത്തെ ലോൺ തന്നു. ഇപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഗൾഫിലെ ഏറ്റവും വലിയൊരു ഷോപ്പിംഗ് മോളായ ഖാൽദിയ മോൾ ഗവൺമെൻറ് തന്ന ലാൻഡിലാണ് ഞങ്ങൾ പണിത്. ഞങ്ങൾക്ക് സോഫ്റ്റ് ലോണാണ് തന്നത്. അതെന്ന് വെച്ചാൽ എല്ലാവർക്കും 7 കൊല്ലം കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് 15 കൊല്ലത്തെ ലോൺ തന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സമ്പത്ത്, ബിഗ് മണി ഉണ്ടാകുന്നത് ഒരു ചെറിയ കാലയളവിലായിരിക്കും. എന്തായിരുന്നു ശ്രീ യൂസഫ് അലിയുടെ ആ ബിഗ് മണി ഉണ്ടായ കാലഘട്ടം? അത് ലോകത്തിൽ കാശിക്കാരായ എല്ലാവരുടെ ചരിത്രം നോക്കിയാലും ഒരു സാഹചര്യത്തിൽ തന്നെ ആകെ ഒരു പുരുഷായുസ് എത്ര നാൾ ജീവിക്കും? അതിൻ്റെ ഏതെങ്കിലും സമയത്തായിരിക്കും പെട്ടെന്നുള്ള ഒരു ബൂസ്റ്റ്. ഗൾഫ് വാറാണ് ഞങ്ങൾക്ക്. കാരണം ഒരുപാട് സാധനങ്ങൾ അവിടെ ഫുഡ് സെക്യൂരിറ്റി പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയി ഭക്ഷ്യസാധനങ്ങൾ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തു. കാരണം ഗൾഫ് മുഴുവൻ യുദ്ധഭീഷണിയിലാണ്. അങ്ങനെ വേറെ ആരും അങ്ങനെ കൊണ്ടുവരാതിരിക്കുകയും എൻ്റെ കയ്യിൽ മാത്രം മെയിൻ സാധനങ്ങൾ, പല സാധനങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ അതിൽ കൊള്ളലാഭമൊന്നും എടുത്തില്ല. അതേ മിതമായ വിലയ്ക്ക് തന്നെയാണ് അന്നും ഇന്നും വിൽക്കുന്നത്. അപ്പോൾ അതൊരു ദൈവാനുഗ്രഹമാണ്. ഞാനൊരു ഓപ്പർച്യൂണിസ്റ്റ് അല്ല ഒരിക്കലും. അബുദാബിയിൽ നിന്നും സാമ്രാജ്യം എനിക്ക് തോന്നുന്നു 17 രാജ്യങ്ങളിലേക്ക് വളർത്തി, വിസ്തൃതമാക്കി. അതെങ്ങനെയാണ് ഒരു ലോകം കൈകളിൽ എത്തുക എന്നുള്ളതാണ്? അതൊരു കച്ചവടക്കാരനാകുമ്പോൾ, ഒരു ഫുട്ബോൾ കളിക്കുന്നവൻ ആ കോർട്ടിൽ ഇറങ്ങിയാൽ ഏറ്റവും നന്നായിയാണ് കളിക്കുന്നത്. അല്ലെങ്കിൽ കണ്ടിരിക്കുന്നവർ പറയും ഇവൻ കളിക്കുന്നില്ല എന്ന്. ഒരു കച്ചവടക്കാരനായി ആ കോർട്ടിൽ ഇറങ്ങിയാൽ അത് ഏതെല്ലാം നിലയ്ക്ക് വിപുലീകരിപ്പിക്കാം, എങ്ങനെയൊക്കെ വിപുലീകരിപ്പിക്കാം, ഏതെല്ലാം രാജ്യങ്ങൾ വിപുലീകരിപ്പിക്കാം, ഒരുപാട് ആളുകൾക്ക് എങ്ങനെ ജോലി കൊടുക്കാം, ആ ബിസിനസ് വലുതാക്കി എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് എപ്പോഴും ചിന്തിക്കുമല്ലോ. അതിൻ്റെ ഒരു പാർട്ടുകളാണ്. അത് എൻ്റെ മാത്രം ഒരു കഴിവാണെന്ന് ഞാൻ ധരിക്കുന്നില്ല. അത് ഏത് കച്ചവടക്കാരനും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുക. സ്വയം കച്ചവടക്കാരൻ എന്നറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും കച്ചവടക്കാരനാണെന്ന് സ്വയം വിളിക്കുകയും ചെയ്തു. പക്ഷെ കച്ചവടക്കാർ സ്വന്തം പ്രതിച്ഛായ മാറ്റി മറ്റു മേഖലയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് ആഗ്രഹിക്കാം? എൻ്റെ പോളിസി ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയ്ക്ക് അറിയപ്പെടണം. ഇപ്പോൾ രാഷ്ട്രീയക്കാരനെങ്കിൽ രാഷ്ട്രീയ നേതാവ്, അവരുടെ രാജ്യസേവനമാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യസേവനമാണ്. അപ്പോൾ അവരാ സേവിച്ചറിയപ്പെടുക. ഞാനൊരു കച്ചവടക്കാരൻ എന്നുള്ള നിലയിലാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയത്തിലേക്ക് വല്ല ലക്ഷ്യം ഒരിക്കലുമില്ല. ജീവിതത്തിൽ ഒരിക്കലും യൂസഫ് അലി ഒരു രാഷ്ട്രീയക്കാരനാണ് എന്നുള്ളത് എനിക്ക് അറിയപ്പെടില്ല. രാജ്യസഭ MP സ്ഥാനം അതിൻ്റെ ആവശ്യമില്ല. ഒരിക്കലും ഒരു രാജ്യസഭ MP ആവാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ഞാൻ ആഗ്രഹിക്കില്ല. ഒരു കൈയിൽ മാർക്സിസ്റ്റ് പാർട്ടി, ഒരു കൈയിൽ കോൺഗ്രസ്, മൂന്നാമതൊരു കൈ ഉണ്ടെങ്കിൽ അതിൽ BJP, എല്ലാവരുമായും തുല്യ ബന്ധം. ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ നേതാക്കളുമായി അടുപ്പം വെച്ച് അറിയുന്നൊരു ബെനിഫിറ്റ് എടുക്കുക എന്നുള്ളൊരു പോളിസിക്കാരനല്ല ഞാൻ. കച്ചവടം ചെയ്ത് കാശുണ്ടാക്കണമെങ്കിൽ എൻ്റെ മാർഗങ്ങൾ വേറെയുണ്ട്. എൻ്റെ ബേസ് ഗൾഫാണ്. പക്ഷെ ഇവിടുത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കളുമായി അടുപ്പം കൊണ്ട് എന്നെക്കൊണ്ട് ഈ രാജ്യത്തിന്, നമ്മുടെ സംസ്ഥാനത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ചെയ്യുക. അതാണ് അടുപ്പം വയ്ക്കുക. അത് കൂടാണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും ഒരേ മാതിരിയല്ല. അതിപ്പോൾ മിസ്റ്റർ അജിത്തിനെ പോലത്തെ ഒരു സീനിയർ മാധ്യമ പ്രവർത്തകന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും കാശ് കണ്ട് ബഹുമാനിക്കുന്ന രാഷ്ട്രീയ നേതാക്കളല്ല. മൂല്യങ്ങളെ സ്നേഹിക്കുകയും മൂല്യങ്ങളെ വകവെക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കൾ. അപ്പോൾ അവരൊക്കെ മനസ്സിലാക്കിയിട്ടേ അടുപ്പം വയ്ക്കുള്ളൂ. എന്നാലും രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും പണം നൽകേണ്ടി വരില്ലേ? അത് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ ആ പാർട്ടിക്ക് ഗവൺമെന്റ് അലൗ ചെയ്തിട്ടുണ്ട് സംഭാവന പിരിക്കാൻ. സംഭാവന പിരിക്കാൻ പാടില്ല നിയമമൊന്നുമില്ല. അപ്പൊ ചിലപ്പോൾ സംഭാവന ചോദിക്കും. അത് ഞാൻ തന്നെയല്ല, എല്ലാവരും കൊടുക്കും, അതോടൊപ്പം ഞാനും കൊടുക്കും. സുകുമാർ അഴീക്കോടുമായിട്ട് വളരെ അമിതമായ ബന്ധമുണ്ട്. അദ്ദേഹം വലിയ ഒരു തത്വചിന്തകനാണ്. ടി പത്മനാഭനുമായിട്ടും അദ്ദേഹം സുകുമാർ അഴീക്കോട് വളരെ അറിയപ്പെടുന്ന, അറിവുള്ള ഒരു സാഹിത്യകാരനാണ്. ആ സാഹിത്യ
കാരന്മാരെ ബഹുമാനിക്കുക. കാരണം നമ്മളിൽ വലിയൊരു കച്ചവടക്കാരനേക്കാളും അറിവും പ്രാപ്തിയും കഴിവുമുള്ള വ്യക്തികളെ ബഹുമാനിക്കണ്ടേ. അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു. ടി പത്മനാഭൻ, അദ്ദേഹത്തിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ, ഗൗരി അടക്കമുള്ള പുസ്തകങ്ങൾ ഞാൻ വായിച്ചവനാണ്. അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. ഞാൻ ഒരുപാട് വായിക്കുന്നവനാണ്. കാരണം എനിക്ക് ഒരുപാട് സമയം വായിക്കാൻ കിട്ടും ഫ്ലൈറ്റുകളിൽ. ഞാൻ 19 മണിക്കൂർ 18 മണിക്കൂർ, ഇപ്പോൾ അമേരിക്കയൊക്കെ പോകുമ്പോൾ 18 മണിക്കൂറുണ്ട്. ഒരു മനുഷ്യന് 6 മണിക്കൂർ ഉറക്കം കഴിഞ്ഞാൽ ബാക്കി എന്ത് ചെയ്യും? അപ്പോൾ വായിക്കാറുണ്ട്, എല്ലാവരുടെ പുസ്തകങ്ങളും വായിക്കാറുണ്ട്. അപ്പോൾ അത് എഴുതിയ ആൾക്കാരെ ഞാൻ ബന്ധപ്പെടാറുണ്ട്, അവരായിട്ട് സംസാരിക്കാറുണ്ട്. സാഹിത്യകാരന്മാരെയൊക്കെ ചുമന്ന് ഗൾഫിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു തലവേദനയാകാറില്ലേ? ഗൾഫ് എന്ന് പറയുന്നത് അവിടെ എല്ലാവരും കോടീശ്വരന്മാരല്ല. അതാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ധാരണ. വളരെയധികം ബുദ്ധിമുട്ടി വിഷമിച്ച് അവിടെ വന്ന് കുടുംബവും പുലർത്താൻ വേണ്ടി ജോലി ചെയ്യുന്നവർ, അവർക്ക് എന്തെങ്കിലും കുറച്ച് സമയം സാഹിത്യം, കല, അതിനൊക്കെ കിട്ടുമ്പോൾ അവർക്കത് വലിയൊരു ആശ്വാസമാണ്. അതിനെന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുന്നതുകൊണ്ടൊരു തെറ്റില്ല. കാരണം അവർ സമാധാനിക്കട്ടെ. നമ്മുടെ രാജ്യം അവർ അധ്വാനിച്ചിരിക്കണമെന്നുണ്ട് ഈ രാജ്യം നടക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട സാഹചര്യം ചെയ്തു കൊടുക്കേണ്ടത് എന്നെപ്പോലെ ആൾക്കാരുടെ ഉത്തരവാദിത്തമാണ്. എപ്പോഴെങ്കിലും രാഷ്ട്രീയ നേതൃത്വം ശ്രീ യൂസഫ് അലിയുടെ മാനസികമായ ആത്മാർത്ഥതയിൽ സംശയം തോന്നിയിട്ടുണ്ടോ? അതിൽ വേദന തോന്നിയിട്ടുണ്ടോ? ഇന്ന് വരെ അത് തോന്നിയിട്ടില്ല. ഞാൻ ചോദിക്കാൻ കാരണം, സ്മാർട്ട് സിറ്റിയുടെ ഘട്ടത്തിൽ ആദ്യഘട്ടം ശ്രീ VS അച്യുതാനന്ദൻ, അദ്ദേഹം ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന കേരളത്തിലെ സമുന്നതനായ ഒരു നേതാവാണ്. അദ്ദേഹം ഒരിക്കലും എന്നെ, അത് ഓരോരുത്തരും പറഞ്ഞുണ്ടാക്കുന്നതാണ്, എന്നെ ഒരിക്കലും എന്നെ വേദനിപ്പിക്കുകയോ അവഹേളിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷെ ആദ്യഘട്ടത്തിൽ ഇല്ല, അത് അദ്ദേഹം എന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അന്ന് അത്രയായിരുന്നു. അത് ഞാൻ നിർവഹിച്ചു. രണ്ടാമത് അദ്ദേഹം ഏൽപ്പിച്ച ഉത്തരവാദിത്തം വേറെയായിരുന്നു, അതും ഞാൻ നിർവഹിച്ചു. നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി, സംസ്ഥാനത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി, ഭാവി തലമുറക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ജോലി കിട്ടുന്ന കാര്യത്തിന് വേണ്ടി ഇനിയിപ്പോൾ ഞാൻ തന്നെ ഒന്ന് താന്നു കൊടുക്കാനും ഞാൻ തയ്യാറാണ്. അതിലൊന്നും ഞാനൊരു ഈഗോയിസ്റ്റ് അല്ല, ഞാനൊരു സാധാരണക്കാരനാണ്. ഐ എം എൻ ഹംബിൾ പേഴ്സൺ. അപ്പം നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി ആരുടെ മുന്നിലും താന്നു കൊടുത്ത് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്ന് കേരളം എപ്പോഴും ഓർമ്മിക്കത്തക്ക വിധത്തിലുള്ള എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കുക എന്നത് എനിക്ക് വളരെ സന്തോഷകരമായ കാര്യം. ശ്രീ യൂസഫ് അലി എന്നൊരു വ്യക്തിയിലായിരുന്നെങ്കിൽ സ്മാർട്ട് സിറ്റി യാഥാർത്ഥ്യമാകുമായിരുന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഞാനല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയ്ക്ക് വരും. എന്നെ ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ഏൽപ്പിച്ച കാരണം അദ്ദേഹം എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ ഉത്തരവാദിത്തം നിർവഹിച്ചു. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വേറെ എന്തെങ്കിലും ഉത്തരവാദിത്തം തന്നെ ഏൽപ്പിക്കണമെങ്കിൽ ഞാനത് ചെയ്യും. സത്യത്തിൽ എവിടെയാണ് ഈ ആശയപ്പിശക് ഉണ്ടായത്? UDF ഭരണത്തിൽ എല്ലാം അവസാന ഘട്ടത്തിലേക്ക് വരുമെന്ന് വിചാരിച്ചു, LDF ഭരണത്തിൽ പിന്നെ വന്നു. എവിടെയാണ് അതൊക്കെ കഴിഞ്ഞുപോയ കഥ. അത് ഒപ്പിട്ടു, ഇപ്പൊ പ്രൊജക്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ പിന്നെ നമ്മൾ എന്തിന് പിന്നിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഏതായാലും അത് ഭംഗിയായി അവസാനിച്ചു. ആ പ്രൊജക്ട് വരും, 100% ഷുവറായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതുപോലെയുള്ള പ്രോജക്റ്റുമായി വ്യക്തികളും സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും വരാൻ തടസ്സം നിൽക്കുന്ന തരത്തിലായിരുന്നില്ലേ നമ്മുടെ മനോഭാവവും നമ്മുടെ പ്രവർത്തനങ്ങളും? അതെന്താണെന്ന് വെച്ചാൽ അതൊക്കെ ടൈമാണ്. എല്ലാത്തിനും ഒരു സമയമുണ്ട്. മുമ്പ് കമ്പ്യൂട്ടർ പാടില്ല എന്ന് പറഞ്ഞു, മൊബൈൽ ഫോൺ പാടില്ല എന്ന് പറഞ്ഞു, ട്രാക്ടർ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സന്ദർഭങ്ങളിൽ അതാത് ആൾക്കാർക്ക് തോന്നുന്നത് ഇപ്പം പറ്റില്ല എന്ന്. പിന്നീട് അത് കാലം തെളിയിക്കുകയാണ്. ഇപ്പോൾ ബയോടെക്നോളജി, നാനോ ടെക്നോളജി, അതുകൊണ്ടൊക്കെ ഇപ്പോൾ അഗ്രികൾച്ചർ വളരെയധികം ഇമ്പ്രൂവ് ആയി. ഇപ്പോൾ ഗോതമ്പ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഗോതമ്പ് എക്സ്പോർട്ട് ചെയ്യാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അലൗ ചെയ്യുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ 130 കോടി ജനങ്ങൾ ഭക്ഷിച്ചു കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ളതാണ് എക്സ്പോർട്ട് ചെയ്യാം. അപ്പൊ അത്രയും വലിയ ബഫർ പ്രൊഡക്ഷൻ നമ്മുടെ രാജ്യത്തുണ്ട്. മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്? അപ്പോ ഇന്ത്യ ഒരു മഹാരാജ്യമാണ്, കേരളം ഇതാണ്. അപ്പൊ ആയതുകൊണ്ട് ഈ രാജ്യത്തിലെ പ്രൊഡക്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ആയിട്ടുള്ള ബന്ധം ഞാൻ എല്ലാ പാർട്ടികളോടും തുല്യ സമീപനമാണ്. ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല, രാഷ്ട്രീയക്കാരനല്ല ഞാൻ. ഒരു പാർട്ടിയായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ ഒരു പാർട്ടിയെ ഞാൻ തുലനം ചെയ്യാറില്ല. കാരണം ഞാൻ വേറൊരു പാർട്ടിയിൽ ഉണ്ടെങ്കിലല്ലേ മറ്റൊരു പാർട്ടി അങ്ങനെ ഉണ്ടെന്ന് തുലനം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഞാൻ രാഷ്ട്രീയത്തിൽ ഇല്ലാത്തത് കൊണ്ട് എല്ലാ പാർട്ടിയും എനിക്ക് ഒരേ മാതിരി. ഭാവി പദ്ധതികളെ കുറിച്ച്, ജീവിതത്തിൽ അനുഭവിച്ച പ്രതിസന്ധികളെ കുറിച്ച് ശ്രീ MA യൂസഫ് അലിക്ക് ഇനിയും പറയാനുണ്ട്. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.